മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രായമായ മാതാപിതാക്കളെ മക്കൾ ദൈവതുല്യം കരുതി സ്നേഹിക്കുന്ന, ആദരിക്കുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുകയാണ് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് മാനന്തവാടി രൂപതയിൽപ്പെട്ട കൊമ്മയാട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ഇടവകയിലെ മഠത്തിക്കുന്നേൽ ത്രേസ്യാമ്മ അമ്മയുടെ കുടുംബമാണ്. അമ്മ ഇന്ന് 93 വയസ്സ് കഴിഞ്ഞു. അമ്മ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. 10 മക്കളെ ദൈവം നൽകി. വലിയ കുടുംബം സന്തുഷ്ട കുടുംബമാണെന്ന് വ്യക്തമാകുന്ന ഒരു കുടുംബം. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ളതിൻ്റെ നേരെ വിപരീത അനുഭവമാണ്. കൂട്ടായ്മയുള്ള കുടുംബം, സഹോദര സ്നേഹമുള്ള കുടുംബം, അമ്മയെ അപ്പനെ ദൈവത്തെ പോലെ കരുതുന്ന കുടുംബം. 10 മക്കളെ ദൈവം നൽകി. ആ 10 മക്കളെയും ദൈവത്തിനു വേണ്ടി വളർത്തിയ മാതാപിതാക്കൾ 1947 കോട്ടയം ജില്ലയിലെ മുട്ടിച്ചിറയിൽ നിന്ന് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് കുടിയേറിയ ആ കുടുംബം ഒത്തിരി കഷ്ടപ്പാടിലൂടെ, ഒരുപാട് ദുരിതങ്ങളിലൂടെ ആണ് നീങ്ങിയതെങ്കിലും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവം നൽകിയ 10 മക്കളെയും കഷ്ടപ്പാട് അറിഞ്ഞു തന്നെ വളർത്തി, സ്നേഹം കൊടുത്തും ആ മക്കളെ വളർത്തിയതിൻ്റെ നന്മ നമുക്ക് നേരിട്ട് കാണാം. ആ മക്കളിലെ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, 4 പെൺമക്കളുണ്ട്. അതിൽ 3 പെൺമക്കളും ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസസ് ദ കിങ് ആ സഭയിലെ അംഗങ്ങളായി മിഷണറി ജോലി ചെയ്യുന്ന 3 സിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ 6 ആൺമക്കൾ. അതിലൊരാൾക്ക് അല്പം അസുഖമുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആ കുടുംബം ഇന്നേറെ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതാണ്. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മഠത്തിക്കുന്നേൽ ത്രേസ്യ ജോസഫിന്റെ ഭവനം. വയനാട് ജില്ലയിലെ കൊമ്മയാടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൊമ്മയാടാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ത്രേസ്യ ജോസഫ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. എൻ്റെ പേര് ജോർജ്. എനിക്ക് ബിൽഡിങ്ങിൻ്റെ പണിയാണ്. പിന്നെ ഇതെൻ്റെ ഭാര്യ ജഷി. ഇവളുടെ വീട് കൊട്ടിയൂരാണ്, പേരാവൂർ തൊണ്ടിയിലാണ്. 36 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 88 ഏപ്രിൽ 18 കല്യാണം.
മക്കൾ 3 പേര്, ഒരാണും 2 പെണ്ണും. മകൻ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്. അവർ കുടുംബമടക്കം ലക്നൗവിലാണ് താമസിക്കുന്നത്. അവിടെ ലക്നൗവിൽ ഭീമാ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യാണ് അവൻ. രണ്ടാമത്തെ മകൾ കല്യാണം കഴിഞ്ഞ് അവൾക്കും 2 പിള്ളേരുണ്ട്. അവൾ അയർലൻഡിൽ നേഴ്സാണ്. മൂന്നാമത്തെ മകൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കുപ്പായത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൾക്കൊരു കുട്ടിയുണ്ട്. വീട്ടിൽ ഞങ്ങൾ 2 പേരും തന്നെ ഉള്ളൂ. പിന്നെ വന്ന കാലം മുതലേ, ഞങ്ങളുണ്ടായ കാലം മുതലേ ചാത്തനും അമ്മയും ഞങ്ങളെ എങ്ങനെയാണ് വളർത്തിയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. കൃഷിപ്പണിയായിരുന്നു ചാത്തന്. അക്കൂട്ടത്തിൽ ചാത്തൻ്റെ കൂട്ടത്തിൽ പണിക്ക് പോകുമായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ചാത്തൻ്റെ കൂട്ടത്തിൽ കൂടി കണ്ടത്തിൽ വേര് കെട്ടാനും റബ്ബർ ടാപ്പിങ്ങിനും ഒക്കെ ചാത്തൻ്റെ കൂട്ടത്തിൽ പോകുമായിരുന്നു. അങ്ങനെ എല്ലാ പണികളും പഠിപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത്. പിന്നെ അമ്മ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴൊക്കെ ഉള്ളതിൻ്റെ പങ്ക് ഏറ്റവും കൂടുതൽ തന്നെന്ന് എനിക്കറിഞ്ഞു. കപ്പ പുഴുങ്ങിയതാണെങ്കിലും പിന്നെ പലഹാരങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ തന്നിരുന്നു. ഞാനാണ് മൂത്ത മകൻ, ആണുങ്ങളിൽ മൂത്ത ഞാനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ പലഹാരങ്ങൾ തന്നുകൊണ്ടിരുന്നു. എന്നെ കൊണ്ടു നടന്ന അമ്മ തന്നെയാണ്. 88 കല്യാണം കഴിഞ്ഞു. അമ്മ കൈപിടിച്ച് കയറ്റി. അതേപോലെ തന്നെ അമ്മയുടെ കൂടെ സഹായിക്കും. വിറവ് വെറുക്കാനും വെള്ളം കോരാനും പിന്നെ അലക്കാനും പിന്നെ മെഴുകാനും. അന്ന് ഇതില്ല, പിന്നെ അടുക്കളയ്ക്കൊന്നും ഇത് കൂട്ട് സിമെൻ്റ് ഇട്ടിട്ടില്ല. മെഴുകാനും വെറുക്കാനും ഒക്കെ പോവും. പിന്നെ എന്താ, ആടിന് കുറേ ആടുകളെ തരും. ആടിനെ തീറ്റിക്കും. അതിന് ചപ്പ് കെട്ടി കൊടുക്കും. മാതൃസ്നേഹത്തിൻ്റെ വിലയറിഞ്ഞ മക്കൾക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ ഈ കുടുംബത്തിലെ 6ാമത്തെ മകനാണ്. ആൺമക്കളിൽ 2ാമൻ. ഇതെൻ്റെ ഭാര്യ ജെസ്സി. ഇവളുടെ വീട് കൊട്ടിയൂരാണ്. കൊട്ടിയൂരിൽ നിന്നാണ് ഇങ്ങോട്ട് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്തവൾ ഇപ്പോൾ തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ ബാംഗ്ലൂർ CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊരു കമ്പനിയിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 29 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. വളരെ സന്തുഷ്ടരായി ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ചാച്ചൻ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ചാച്ചൻ്റെ ചാച്ചനും വല്യപ്പനും മക്കളും എല്ലാം കൂടി കുറവലങ്ങാട്ടിൽ നിന്ന് മുട്ടിയറ എന്നൊരു സ്ഥലത്തു നിന്ന് കുടിയേറി വന്നവരാണ്. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ അപ്പുറം ചെറുകാട്ടൂർ എന്ന സ്ഥലത്താണ് അവരാദ്യം വന്ന് താമസമാക്കിയത്. അതിനുശേഷം ചാച്ചൻ്റെ കല്യാണം കഴിഞ്ഞ് അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്. അമ്മാവന്മാരുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ചാച്ചൻ്റെ കല്യാണം കഴിഞ്ഞ് അമ്മയുടെ വീടിനടുത്ത് ഒരു സ്ഥലം വാങ്ങി ചാച്ചൻ ഇങ്ങോട്ട് താമസം മാറി. അങ്ങനെയാണ് ഞങ്ങളിവിടെ താമസമാക്കിയത്. ചെറുപ്പം മുതൽ എല്ലാ പണികളും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ചാച്ചൻ്റെ പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത്. റബ്ബർ വെട്ടാൻ പഠിപ്പിച്ചു ഞങ്ങളെ. ഇവിടെ വയലിൽ ഉഴുതുമറിക്കാൻ കാള പൂട്ടാൻ പഠിപ്പിച്ചു. ഞാറ് നടാൻ പഠിപ്പിച്ചു. അമ്മയാണെങ്കിൽ ഞങ്ങളെ ആൺമക്കളെന്നോ പെൺമക്കളോ വ്യത്യാസമില്ലാതെ വീട്ടിലെ പണികളെല്ലാം ഞങ്ങളെല്ലാം ചേർന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ 10 മക്കൾ വളരെ സന്തോഷത്തിലാണ്. തറവാട്ടിലായിരുന്നു ചാച്ചനും അമ്മയും താമസിച്ചുകൊണ്ടിരുന്നത്. ബാക്കി ഞങ്ങൾ 5 മക്കളും ഇവിടെ ഈ പരിസരത്ത് തന്നെയാണ് വീട്. മറ്റേ അനിയന് സുഖമില്ലാതായപ്പം ചാച്ചനും അമ്മയും 2ാമത്തെ മകൻ്റെ ഈ വീട്ടിലേക്ക് വരികയും ഇവിടെ താമസമാക്കുകയും ചെയ്തു. അങ്ങനെ 1 വർഷം മുമ്പേ ചാച്ചൻ മരിച്ചുപോയി. ഇപ്പോൾ അമ്മച്ചി ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളിപ്പോൾ സന്തോഷമായി സുന്ദരമായി ജീവിക്കുന്നു. നല്ല ഒരു സുന്ദര കുടുംബത്തിൽ പിറക്കാൻ അനുവാദ ദൈവത്തിന് നന്ദി പറയുന്നു. 1995 ജൂൺ 12-നാണ് ഞാൻ ഇവിടുത്തെ മോളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 10 മക്കളുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഞാൻ വരുമ്പോൾ ചേച്ചിമാർ 3 സിസ്റ്റേഴ്സാണ്. അവർ പുറത്തായിരുന്നു. ഒരു ചേച്ചി കല്യാണം കഴിഞ്ഞ് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിക്കുന്നത്. മൂത്ത ചേട്ടനും ഭാര്യയും വേറെ വീട്ടിലായിരുന്നു. അവർ വേറെ പോയത് വേറെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനിവിടെ വരുമ്പം 5 ആണുങ്ങളും ഞാനും അമ്മയും ചാച്ചനുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചാച്ചനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ഒരേ ഒരു മോള് ഉള്ള ഒരു അവസ്ഥയിലാണല്ലോ ഞാനിങ്ങോട്ട് വരുന്നത്. വളരെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്.
ആ സമയത്ത് ചാച്ചന് ഇവിടെ താഴെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ കച്ചവടം നടത്തിക്കൊണ്ട് വൈകുന്നേരം വരുമ്പം ചാച്ചന് ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുമായിരുന്നു. ആ പാല് ചാച്ചന് ചായ എടുത്തു കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മ 6ാം ക്ലാസ്സിലെ തന്നെ മരിച്ചു പോയതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ സ്വന്തം അമ്മയെപ്പോലെ തന്നെയായിരുന്നു എനിക്ക്. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്കൂളിൽ ക്ലെയിം ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ജോലി ചെയ്യാൻ ഞാൻ പോകുന്ന സമയത്ത് അമ്മ എനിക്ക് റൂമിൽ കൊണ്ടുവന്ന് കാപ്പി തരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. ഏതായാലും അതുപോലെ അനിയന്മാർ, ചേട്ടൻ, ചേച്ചിമാരെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ പേര് സാബു. മടത്തിക്കുന്നൽ കുടുംബത്തിലെ ജോസഫ് ത്രേസ്യ ദമ്പതികളുടെ 7ാമത്തെ മകനാണ് ഞാൻ. 1996 എൻ്റെ വിവാഹം നടന്നു. ഭാര്യ ഡാലിയ, കേണിച്ചിറയാണ് വീട്. മക്കൾ 3 ആളാണുള്ളത്. മൂത്തത് ജോസ്, ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തത് ജോസ്ന, MLT കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് B.Ed കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എമിലി കോയമ്പത്തൂരാണുള്ളത്. ചാച്ചൻ്റെയും അമ്മയുടെയും കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ സാധിച്ചു. സാമ്പത്തികമായും ആത്മീയമായും വളരെ നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തി. പള്ളിയിൽ പോകുന്നതിനും കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനും ഏറ്റവും കൂടുതലായി കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്നതിനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനുമായിട്ട് ഞങ്ങൾ ഏത് സമയവും ചാച്ചൻ നിർബന്ധിക്കുമായിരുന്നു. കൂടാതെ ഞങ്ങളെല്ലാവരും, കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചുകൂടി ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടി വളരെ സന്തോഷമായിട്ട് ബർത്ത്ഡേ ദിനങ്ങൾ, വിവാഹ ആഘോഷങ്ങൾ, വിവാഹ സമയങ്ങളിൽ, എല്ലാ സമയങ്ങളിലും ചാച്ചനും ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ഏത് സമയത്തുണ്ടായിരുന്നു. അമ്മയും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ ഒരു സന്ധ്യപ്രാർത്ഥന ചെല്ലുന്നതിനും പിന്നെ വിശുദ്ധ കുർബാന ചെയ്യും പള്ളിയിൽ പോകുന്നതിലും ഞായറാഴ്ചയൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും അമ്മ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ ചാച്ചനും വേണമായിരുന്നു. ചായക്കും എന്ത് കാര്യത്തിനും അമ്മയായിരുന്നു വേണ്ടിയിരുന്നത്. സുഖമില്ലാണ്ടായിട്ട് 6 മാസം മിച്ചം ചാച്ചൻ ഞങ്ങളുടെ കൂടെയായിരുന്നു. നല്ലപോലെ ശുശ്രൂഷിക്കാനും നോക്കാനൊക്കെ തമ്പുരാൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. പരമാവധി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കും. തീരെ തന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇപ്പോൾ വീണതിന് ശേഷമാണ് തീരെ ഒന്നും എടുക്കാൻ പറ്റാത്ത. കുളി കഴിഞ്ഞ് അലക്കലൊക്കെ അമ്മയാണ്. എന്തെങ്കിലുമൊക്കെ കറിക്കരിഞ്ഞ് തരാനൊക്കെ അമ്മ വളരെ സഹായിക്കും. പിന്നെ കൂടപ്പിറപ്പുകളെല്ലാവരും ഒന്നിച്ചു കൂടുന്നതിന് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും നല്ല സഹകരണത്തിലും സ്നേഹത്തിലും തന്നെ പോകുന്നു. അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി. എൻ്റെ പേര് സണ്ണി. ഞങ്ങൾ 10 മക്കളാണ്. 10 മക്കളിൽ 8ാമത്തെയാണ് ഞാൻ. 2000 എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭാര്യ മീന, 2 കുട്ടികൾ. വൈഫിൻ്റെ വീട് പയ്യമ്പള്ളി. മോനിപ്പം BRക്ക് 5ാം വർഷം പഠിക്കുന്നു, പാലക്കാടാണ് പഠിക്കുന്നത്. മോള് +2 പഠിക്കുന്നു. മോളും മമ്മിയും കൂടെ ഇന്ന് ഇവിടെ ഇല്ല. അവർ മോക്കൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട്, അതിന് പോയതാണ്. അതുകൊണ്ടാണ് അവരില്ലാത്ത ഇവിടെ. മോൻ പാലക്കാടായതുകൊണ്ട് അവനും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായത്. പിന്നെ പഴയ ഓർമ്മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 10 മക്കളിൽ എനിക്ക് ചെറുപ്പമായപ്പം മുതൽ മൂത്ത 4 പെങ്ങന്മാരും വീട്ടിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ 6 ആണുങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നത്. ഞങ്ങൾ 6 ആണുങ്ങളും ഞങ്ങൾ ഏകദേശം ഒരു 1 വയസ്സ് 1.5 വയസ്സിൻ്റെ മാറ്റേ ഉള്ളൂ. അതേപോലെയാണ് ഞങ്ങൾ 6 പേരും ഉള്ളത്. ഈ 6 പേരെയും കൊണ്ട് അമ്മയും ചാച്ചനും കഷ്ടപ്പെട്ട് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ അത്രയും തമാമിൽ എത്ര അടി കൂടിയാലും ഞങ്ങളെ അതേപോലെ ചേർത്ത് പിടിക്കാൻ ചാച്ചനും അമ്മയ്ക്ക് അത്രയ്ക്കും കഴിഞ്ഞു. അതേപോലെ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങൾ വളർത്തി. ഞങ്ങളെ 6 പേരെയും, അതായത് ആണുങ്ങൾ 6 പേരെയും കറക്റ്റ് സമയത്ത് കല്യാണം കഴിപ്പിച്ചു. കറക്റ്റ് സമയത്ത് വീട് വെച്ച് തന്നു, ഞങ്ങളെ മാറ്റി തന്നു. എൻ്റെ പേര് വിൻസ്. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിൻ്റെയും 10 മക്കളിൽ 9ാമത്തെ ആളാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ ഭാര്യയും 2ാമത്തെ മകളും ഒരു ഇൻ്റർവ്യൂവിന് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. ഇതെൻ്റെ മൂത്ത മകളാണ്. ഇത് ഇളയവനാണ്. ഞാൻ പള്ളിയിൽ ദേവാലയ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയുമാണ്. പിന്നെ 15 വർഷത്തോളമായി ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ ചാച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നപ്പം
എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ വരികയും പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും എല്ലാത്തിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം പ്രാർത്ഥിച്ച് വിടുകയും ഒക്കെ ചെയ്യും. ഞങ്ങളോടും എന്ത് പരിപാടികളൊക്കെ തുടങ്ങുമ്പം പ്രാർത്ഥിക്കാനും ഒക്കെ പറയുമായിരുന്നു. ഇപ്പോഴും അമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ പള്ളിയിൽ വരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു അവർ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ മുഖാന്തരമാണ് എല്ലാം നടന്നിട്ടുള്ളത്. എൻ്റെ പേര് ജോജി. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. ഭാര്യ ഷെമിന. 2010 ജനുവരി മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു 10% ഉറപ്പുള്ള ഒരു ഓപ്പറേഷനെ എനിക്ക് പാടുള്ളൂ. അത് ഒഴിവാക്കി. ഇപ്പോൾ നിർബന്ധം വിളിച്ച് ഡിസംബർ മാസത്തിൽ ബാത്റൂമിൽ വീണു. ബാത്റൂമിൽ വീണത് കൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പോൾ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നടക്കാൻ ബുദ്ധിമുട്ടാണ്. വാക്കറയിൽ നടക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഇനി അച്ഛനെയും അമ്മേനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി എല്ലാവരെയും നിർത്തിക്കൊണ്ട് അപ്പൻ ഇവിടുന്ന് യാത്രയായിപ്പോയി. അമ്മയാണെങ്കിൽ ഇപ്പോൾ ചെവി ഓർമ്മ ഇല്ല, കേൾക്കുന്നില്ല, കാഴ്ചയ്ക്കും കുറവാണ്. അങ്ങനെ ഇപ്പോൾ അമ്മയും ഞങ്ങളുടെ കൂട്ടത്തിലെല്ലാം ഇരിപ്പുണ്ട്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് ജോസ് എം ജെ. ഞാൻ PG കഴിഞ്ഞു. ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങൾ അമ്മച്ചീൻ്റെ 10 മക്കളിൽ 7ാമത്തെ ആളായ ജേക്കബ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ഞാൻ. മൂത്ത മകനാണ്. എനിക്ക് 2 പെങ്ങന്മാരാണുള്ളത്. ഇതെൻ്റെ വീടാണ്. ഇപ്പം അമ്മച്ചി ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ വിശ്വാസപൂർണ്ണമായ ജീവിതത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പം നമ്മളെന്താ തെറ്റ് പറ്റിയാലും ഇപ്പം അമ്മച്ചി ഇത്ര പ്രായമെന്ന് പറഞ്ഞാൽ കൂടിയും അമ്മച്ചി ഇപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മിനിങ്ങാന്ന് കളിക്കാൻ പോയിട്ട് ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കുരിശ് വരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ വരുന്ന വഴി തന്നെ അമ്മ എന്നെ വഴക്ക് പറയണ്ടേ, കുരിശുവര മുടങ്ങി, ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അപ്പം പണ്ട് മാത്രമല്ല, ഇപ്പോഴും ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യത്തിലും ഇത്ര പ്രായമായെങ്കിൽ കൂടിയും അമ്മച്ചി നോക്കിക്കണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട അടുത്ത് കറക്റ്റ് ചെയ്യാറുണ്ട്, പ്രോത്സാഹിപ്പിക്കേണ്ട അടുത്ത് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് രവി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10 മക്കളിൽ 9ാമത്തെ ആളാണ് എൻ്റെ പപ്പ. പിന്നെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. ചാച്ചനും അമ്മച്ചിയും പെരുന്നാളിനൊക്കെ ഞങ്ങൾക്ക് പൈസ തരും. ഞങ്ങളത് സൂക്ഷിച്ച് വെച്ച് ഐസ്ക്രീം മേടിക്കുകയോ എന്തെങ്കിലും മേടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എവിടെ പോയാലും ഞങ്ങളുടെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ചാച്ചനും അമ്മച്ചിയും. എൻ്റെ പേര് ആൽഫി. ഞാൻ അമ്മച്ചീൻ്റെ 10 മക്കളിൽ 9ാമത്തെ മകൻ്റെ മോളാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും ചാച്ചനെന്നും പറഞ്ഞാൽ നല്ല ഓർമ്മകൾ ഒരുപാട് ഇഷ്ടം ഉണ്ട്. വീട്ടിൽ ആരില്ലെങ്കിലും ചാച്ചനും അമ്മച്ചിയും വന്ന് അവർ വരുന്നത് വരെ അവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ നിന്ന് ആര് പോയാലും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. അപ്പോൾ അമ്മച്ചി ചാച്ചനായിരുന്നു എന്നെ നോക്കിയത്. പഠിക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായയും കടികളൊക്കെ തന്ന് മനസ്സിൽ ഇതാക്കും. പിന്നെ എവിടെ പോയാലും എന്ത് പരീക്ഷയാണെങ്കിലും പറഞ്ഞു പോയാൽ ചാച്ചൻ്റെ അമ്മച്ചീൻ്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹം വളരെ വലുതായിരുന്നു. അതിപ്പോഴും ചാച്ചനില്ലെങ്കിലും ചാച്ചൻ്റെ അനുഗ്രഹം മനസ്സിലിങ്ങനെ ഓർത്ത് ആ അനുഗ്രഹം എപ്പോഴും മേടിക്കും. പിന്നെ ചാച്ചൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മച്ചീനെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അമ്മച്ചി ഇപ്പോഴും ഞങ്ങളെ നല്ല രീതിയിൽ നോക്കും. വീട്ടിൽ വരുമ്പോഴും അമ്മച്ചി സ്വന്തം വീട് പോലെ തന്നെ എല്ലാം ചെയ്ത് ഞങ്ങളെയും അതുപോലെ തന്നെ നോക്കും. എൻ്റെ പേര് ജോസ്ന. ഞാൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ MLTക്ക് പഠിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ കൂടെയാണ് അമ്മച്ചി ഇതും കിടക്കാറ്. അമ്മച്ചി രാത്രിയിൽ ഞാൻ എവിടെയെങ്കിലും ലേറ്റായിട്ട് വരുവാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ മമ്മി പപ്പൊക്കെ നേരത്തെ വിളിക്കുക. പക്ഷേ എന്നാലും അമ്മച്ചി ഒന്നും നേരത്തെ പോകാറില്ല. കാരണം പറയും അവൾ വന്നിട്ട് ഞാൻ അവളുടെ കൂടി ഒരുമിച്ച് ഇരിക്കാറുള്ളൂ എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഞാൻ വരുന്നോടം വരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറ്. ചാച്ചന് വയ്യാണ്ടായപ്പോൾ തൊട്ട് ചാച്ചനും അമ്മ ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർ. പ്രിയമുള്ളവരെ, ഈ മടത്തിക്കുന്നേൽ കുടുംബത്തിൻ്റെ നന്മ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത്
ഇടവകയുടെ വികാരിച്ചനാണ്, ഫാദർ ബിനു വടക്കേൽ. അച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ വാചാലനാവുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. മടത്തിക്കുന്നേൽ കുടുംബം കൊമ്മയാട് ഇടവകയോട് വളരെ കൂറു പുലർത്തുന്ന ഒരു കുടുംബമാണ്. 10 മക്കളുള്ള കുടുംബങ്ങളിൽ 3 പേര് സന്യാസിനികളും പെൺമക്കൾ ഒരാൾ കുടുംബിനിയും 6 ആൺമക്കളും ഈ പരിസരത്ത് തന്നെ താമസം ആക്കിയവരുമാണ്. ഇവർ ഓരോരുത്തരും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളികളാണ്. മൂത്തയാൾ ഇപ്പോഴും പള്ളി കമ്മിറ്റിയിലുണ്ട്. ജോസഫ് സാറ് ഇടവകയുടെ കൈക്കാരനായിരുന്നു കഴിഞ്ഞ 1 വർഷക്കാലം. ഇളയ മകൻ രോഗബാധിതനായാണ് എങ്കിൽ പോലും വളരെയേറെ കാലം ഇവിടുത്തെ യുവജന ശുശ്രൂഷയിലും അതുപോലെ മിഷലിയിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. ഞങ്ങളുടെ ദേവാലയ ശുശ്രൂഷി വിൻസ് ഈ കുടുംബത്തിലെ 9ാമത്തെ മകനാണ്. വളരെ തീക്ഷ്ണതയോടുകൂടി ഇടവകയുടെ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തികളെയും ഓരോ ആൺമക്കളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും അവരുടെ കൊച്ചുമക്കളുടെ സാന്നിധ്യമൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് മറ്റുള്ളവർക്ക് മാതൃകാപരമായി കാണിച്ചു കൊടുക്കുന്ന നല്ലൊരു കുടുംബമാണ് മടത്തിക്കുന്നേൽ കുടുംബം. കാരണം കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതിയാണ് ആ വീട്ടിലെ ചാച്ചൻ മരിച്ചത്. ഏകദേശം 6 മാസക്കാലം ബെഡ് റിട്ടനായി കിടന്നെങ്കിലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ശുശ്രൂഷിക്കുന്ന മക്കളെ പല പ്രാവശ്യം വീട്ടിൽ പോയി ദർശിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മാസത്തിൽ 1 ചാച്ചന് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് മക്കൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരുന്നു. ഇത് മറ്റുള്ളവർക്ക് വളരെ മാതൃകാപരമായിട്ട് പലപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് പോലെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തെ ഈ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് മടത്തിക്കുന്നേൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഇന്ന് അണുകുടുംബങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് കുടുംബത്തിൻ്റെ മഹത്വവും നന്മയും മാതാപിതാക്കന്മാരുടെ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹവും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്ന് മക്കൾ പ്രായമുള്ള മാതാപിതാക്കളോട് എങ്ങനെ ആയിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം മാനന്തവാടി രൂപതയുടെ മെത്രാൻ അഭിയോന്യ ജോസ് പൊരുന്നേടം പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. വിശുദ്ധ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണിത്. നമ്മളാരും മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമല്ല. എന്തുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം? പിന്നീട് കർത്താവ് തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ ശാപം
നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അമ്മയെ ദുഃഖിപ്പിക്കുന്നവന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവിനെക്കുറിച്ച്, പിതാവിനെ വേദനിപ്പിക്കാതെ നോക്കണം. നിന്നേക്കായാലും അവന് അറിവ് കുറവായിരിക്കാം, പക്ഷെ നീ അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവൻ്റെ മരണം വരെ നീ അവനെ സംരക്ഷിക്കണമെന്ന് ഇതേ അധ്യായത്തിൽ കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേവലം ഒരു മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ആ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നീ ഈ ഭൂമിയിൽ ദീർഘകാലത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ ഒന്നാണിത്. ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ മടത്തിക്കുന്നേൽ കുടുംബം അനുഗ്രഹീതമായ ഒരു കുടുംബം, ദൈവം ഇറങ്ങി വസിക്കുന്ന കുടുംബം. അതിൻ്റെ വ്യക്തമായ തെളിവാണ് മക്കൾ 10 പേരും ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കൾ. ഈ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കാനിടയായത് ഭാഗ്യമായി കരുതുന്ന മക്കൾ. ഇവർക്ക് ദൈവം നൽകിയ 10 മക്കളെയും ദൈവത്തിനു വേണ്ടി വളർത്തി. ആ 10 മക്കളിൽ 3 പേർ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ക്രൈസ്റ്റ് ദ കിങ് സഭയിൽ ചേർന്ന് സന്യാസ ശുശ്രൂഷ ചെയ്യുന്ന അനുഭവം. അത് ഈ കുടുംബത്തിന്റെ നന്മയാണ്. ഇവിടെ മരുമക്കളില്ല, മക്കളേ ഉള്ളൂ. അത് ഈ മക്കളുടെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വാക്കുകൾ മുറിയുകയാണ്, വികാരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന അനുഭവം. അപ്പൊ ഇത് വെളിവാക്കുന്നത് ഈ അമ്മയോട് അല്ലെ അപ്പനോടുള്ള അവരുടെ സ്നേഹത്തിന്റെ, കടപ്പാടിന്റെ ഒക്കെ അനുഭവമാണ്. അപ്പോൾ 3 തലമുറകളിലായി 41 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ വിളക്കായ ഈ അമ്മ, മക്കളുടെ വേദനകളിലും ദുഃഖങ്ങളിലും രോഗാവസ്ഥയിലും ഒപ്പം നിൽക്കുന്ന അമ്മ. ഈ അമ്മയ്ക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.